ചുറ്റിപ്പറ്റിയ കഥകളും പറഞ്ഞ മണിച്ചിത്ര എന്താ മനസ്സിലാവുന്നില്ല. IMDb റേറ്റിംഗിലെ ടോപ്പ് 10 മലയാളം സിനിമകൾ. IMDb റേറ്റിംഗിൽ 10ാം സ്ഥാനത്തുള്ള സിനിമ സ്ഫടികമാണ്. ലാലേട്ടന്റെ ആടുതോമയെ മലയാളിക്ക് സമ്മാനിച്ച ഈ ഭദ്രൻ സിനിമ 2023 150ഓളം തിയേറ്ററുകളിൽ റീ റിലീസും ചെയ്തിരുന്നു. 9ാം സ്ഥാനത്തുള്ളത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ നെടുമുടി വേണു, രഞ്ജിനി, ശ്രീനിവാസൻ തുടങ്ങിയവർ തകർത്തഭിനയിച്ച ചിത്രം സിനിമയാണ്. 8ാം സ്ഥാനത്തുള്ളത് 2021 OTTയിൽ മാത്രം റിലീസ് ചെയ്ത ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത ദൃശ്യം 2 ആണ്. 7ാം സ്ഥാനത്തുള്ളത് നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠനും മുണ്ടയ്ക്കൽ ശേഖരനും ഭാനുമതിയും ഒക്കെയുള്ള IV ശശിയുടെ ദേവാസുരം സിനിമയാണ്. കുമ്പളങ്ങിയുടെ ഭംഗിയും ഒപ്പം 4 സഹോദരന്മാരുടെയും അവരെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും പറഞ്ഞ ഹീറോയായ ഷമ്മിയുടെ കുമ്പളങ്ങി നൈറ്റ്സ് ആണ് 6ാം സ്ഥാനത്തുള്ളത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. അതെ, ദാസനെയും വിജയനെയും മലയാളിയുടെ ഭാഗമാക്കിയ സത്യനന്ദിക്കാട് ചിത്രം നാടോടിക്കാറ്റാണ് 5ാം സ്ഥാനത്തുള്ളത്. 2021 ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ഇന്ദ്രൻസ്, ശ്രീനാഥ് ഭാസി, മഞ്ജു പിള്ള തുടങ്ങിയവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഹോം സിനിമയാണ് 4ാം സ്ഥാനത്തുള്ളത്. മലയാളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ പെർഫോമൻസിൽ ഒന്നായ നാഗവല്ലിയെയും ഡോക്ടർ സണ്ണിയെയും നകുലിനെയും ഒക്കെ നമുക്ക് സമ്മാനിച്ച ഫാസിൽ ക്ലാസിക് മണിച്ചിത്രത്താഴാണ് 3ാം സ്ഥാനത്തുള്ളത്. 30 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ചിത്രം ഈ ജൂലൈയിൽ റീ റിലീസിന് ഒരുങ്ങുകയാണ്. ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെട്ട സേതുമാധവന്റെ കഥ പറഞ്ഞ സിബി മലയിൽ, ലോഹിതദാസ്, മോഹൻലാൽ ചിത്രം കിരീടമാണ് 2ാം സ്ഥാനത്തുള്ളത്. ലാലേട്ടന്റെ സേതുമാധവൻ മലയാളിക്കെന്നും വിങ്ങുന്ന ഒരു നൊമ്പരമാണ്. IMDb റേറ്റിംഗിലെ 1ാം സ്ഥാനം ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത പൊളിറ്റിക്കൽ സറ്റയർ കോമഡി സന്ദേശമാണ്. എത്ര തവണ കണ്ടാലും മടുക്കാത്ത ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലും പ്രസക്തമായ സിനിമ. പ്രഭാകരനും പ്രകാശനും അവരുടെ RDPയും INSPയും ഒന്നും പ്രേക്ഷകർ മറക്കില്ല. അത്രയും ഉജ്ജ്വലമായതുകൊണ്ട് തന്നെയാണ് 10ൽ 9 റേറ്റിംഗോടുകൂടി സന്ദേശം 1ാം സ്ഥാനത്തുള്ളത്.